ഹലോ, ഞാൻ സുനി സജി രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ. ആമേൻ. ഇത് നമ്മുടെ ഒരു സ്വപ്നമല്ലേ? ഈ ലോകത്തിലെ എല്ലാ ആഗ്രഹങ്ങളും അതേ പറഞ്ഞില്ലേ, സർവ്വ നന്മയാലും ഒരു നന്മ പോലും കുറയാതെ സർവ്വ നന്മയാലും യേശുബ്രാൻ അനുഗ്രഹിക്കാൻ മതിയായവൻ. എനിക്ക് സാധിക്കാത്ത വല്ല കാര്യമുണ്ടോ? നിന്നെ സഹായിപ്പാതിരിപ്പാൻ എൻ്റെ കൈ കുറുകിയതല്ല, പക്ഷെ നിൻ്റെ പാപം നിന്നെ മറയ്ക്കുന്നു. നമ്മളെപ്പോഴും ഓർക്കണം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിഷയത്തിന് മറുപടി കിട്ടാണ്ടിരിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ദൈവത്തിൻ്റെ മുഖം നമ്മളിൽ നിന്ന് മറഞ്ഞു പോവുക. ദൈവത്തിന് ആഗ്രഹമുണ്ട്, ദൈവത്തിൻ്റെ മക്കളാലോ, ദൈവത്തിൻ്റെ സൃഷ്ടികളാലോ ദൈവത്തിന് സങ്കടമാണ് നമ്മൾ നശിച്ചു പോകാൻ. പക്ഷെ നമ്മുടെ ലോകത്തിൻ്റെ മോഹത്തിൽപ്പെട്ട അത്യാഗ്രഹവും ഇതുമൊക്കെ പെട്ട് നമ്മൾ ഓരോന്ന് ലോക അനുഗ്രഹങ്ങൾ നേടാൻ ഓടുവാണ്. അപ്പോൾ പാപങ്ങൾ ദൈവത്തെ നമ്മളെ മറയ്ക്കുമ്പോൾ യെശയ്യായിലുണ്ട്, എൻ്റെ കൈ കുറുകിയതല്ല നിന്നെ രക്ഷിപ്പാതിരിപ്പാൻ, നിൻ്റെ പാപം നിന്നെ മറയ്ക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ. അതുകൊണ്ട് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം പിന്നെ ഒന്നുമില്ല ജീവിതത്തിൽ. കാരണം ദൈവത്തിന് പ്രസാദം തോന്നിയ ദൈവത്തിൻ്റെ അഭിഷേകത്താൽ നമ്മളെ നിറച്ചാൽ നമ്മൾ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതനും ശ്രേഷ്ഠവും ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാലാണ് നിറയേണ്ടത്. അത് കാൽപാദം നനഞ്ഞാൽ പോരാ, മുട്ടോളം പോരാ, അരയോളം പോരാ, അതിൽ നീന്തി തുടിക്കണം. അഭിഷേകം ജീവജലത്തിൻ്റെ നദികളെ നട്ട് നമ്മളിൽ നിന്ന് ഒഴുകണം. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിലേക്കാകണം. അങ്ങനെ ആത്മീയ വളർച്ച പ്രാപിക്കാൻ നമ്മൾ മതിയായവരാകട്ടെ. ഇപ്പോൾ ലോകത്തിൻ്റെ പോക്കും ലോകവും ഒക്കെ എല്ലാം ഇത്രത്തോളം ഉള്ളൂ. കൊറോണ വന്നപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലേ, ഒരു മനുഷ്യൻ്റെ ഒരവസ്ഥകളും ഒരു അസുഖം വന്നാൽ പിന്നെ നമ്മുടെ ഈ സ്വപ്നങ്ങളും ചിന്തകളും എല്ലാം അങ്ങ് മാറിപ്പോയി. പിന്നെ നമ്മുടെ ചിന്ത ഒരു ദിവസത്തോടെ എനിക്ക് ജീവിക്കാൻ കിട്ടുമോ, ഒരു ദിവസത്തോടെ എനിക്ക് ജീവിക്കാൻ കിട്ടുമെന്നാണ്. അതുപോലെ തന്നെ ആ വാർദ്ധക്യം വരുമ്പോഴും പിന്നെ ആരും നമ്മളെ മൈൻഡ് ചെയ്യില്ല, നമുക്ക് എഴുന്നേറ്റ് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ നല്ലപ്പോൾ ദൈവത്തിനെ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ഉപകരണമാകുക. അപ്പോൾ വാർദ്ധക്യത്തിൽ നീ നരച്ചാലും ഞാൻ അനന്യം തന്നെ നിന്നെ ഞാൻ ചുമന്ന് വിടുവിക്കുമെന്ന്. ഞാനൊരു ദിവസം എൻ്റെ അമ്മച്ചിക്ക് സുഖമില്ലാണ്ട്, ഇപ്പം ഇന്ന് സുഖം കുഴപ്പമൊന്നുമില്ല, മുട്ടിന് തേയ്മാനത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് ചെയ്യുമില്ല. അപ്പം നടക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്കത് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം എൻ്റെ അമ്മ ഭയങ്കര സ്മാർട്ട് ഓടി നടന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഒരു കാലത്ത് എനിക്കും ഇങ്ങനെ വരൂ, ഞാനും ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെയൊക്കെ ഓർത്തു ഭയങ്കര എനിക്കൊരു അസ്വസ്ഥ എന്തോ. അപ്പോൾ അന്ന് എനിക്ക് ദൈവം, എനിക്ക് എപ്പോഴും ബൈബിളിൽ കൂടി ദൈവം എന്നോട് സംസാരിക്കും, നീ നരച്ചാൽ ഞാൻ നിന്നെ ചുമന്ന് വിടുവിക്കും, ഞാൻ അനന്യം തന്നെയാണ്. അപ്പം ദൈവത്തിനെ ആശ്രയിച്ചാൽ നമ്മൾ ഒരു കാലത്തും നിൻ്റെ യൗവനം ഞാൻ കഴുകനെ പോലെ പുതുക്കിത്തരാം. വാഗ്ദത്തങ്ങളുടെ 4600 വാഗ്ദത്തങ്ങളുള്ള നമ്മളും നമ്മുടെ തലമുറയും മക്കളെയും പറ്റി അതൊക്കെ ആമയും പറഞ്ഞ് വിശ്വസിച്ച് ഏറ്റെടുത്ത് ആ കർത്തൃത്വം ഞാൻ എന്നുള്ള ഭരണം അങ്ങ് നിർത്തുക. അതാണ് കേട്ടോ വേണ്ടത്. ഞാൻ എന്നുള്ള ഭരണം നിർത്തി നമുക്ക് ദൈവമാകുന്ന യേശുപ്പനാകുന്ന ഞാനെ വലതുഭാഗത്ത് നിർത്തി ആ കരക്കീഴങ്ങ് താണിരുന്ന ദൈവം ഭരിക്കട്ടെ നമ്മുടെ ജീവിതവും നമ്മളെയും നമ്മുടെ എല്ലാ നമുക്കുള്ള സകലത്തിനും ദൈവത്തിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിലേക്ക് ആക്കിയാൽ അയ്യോ പിന്നെ അതിമനോഹരമായിരിക്കും. പിന്നെ മരുഭൂമി പൂങ്കാവനാവും. അവിടെ വെള്ളമില്ല, നീരുറവ്, വരണ്ട പ്രദേശം നീരുറവ് പുറപ്പെടും. മക്കളൊക്കെ ആറ്റിരിക്കുക നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഫലം കായ്ക്കും. നമ്മൾ അപ്പം അങ്ങനത്തെ മഹാഭാഗ്യത്തിയിട്ട് നമ്മൾ കിടക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ആകാവേ. ഒരു വചനം വായിച്ചിട്ട് തരണം. ഇതെന്നോട് ദൈവം ഇടപെട്ട വചനം കേട്ടോ. അപ്പം ഞാൻ ഓർക്കും എപ്പോഴും, പാമ്പിനെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ശക്തിയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. എൻ്റെ ദൈവമേ എന്നെ അത് ഉപദ്രവിക്കാൻ വരുമോ, അയ്യോ എന്ന് ഓടിവായോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല പറയണേ. ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകും. നമുക്ക് ദൈവം മക്കളായ നമുക്ക് അധികാരം നൽകുക. പാമ്പെന്ന് പറഞ്ഞാൽ പാമ്പും തേളിനെ അല്ല ഉദ്ദേശിക്കണേ, നെഗറ്റീവ് എല്ലാ ചിന്തകളെയും നെഗറ്റീവ് ശക്തികളെയും നമുക്കെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ വേണ്ടി എനിക്ക് അധികാരം നൽകുക. അല്ലാണ്ട് ദൈവമേ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് സമാധാനം കൊടുക്കാണ്ടിരിക്കാനല്ല. ആ ശക്തി അധികാരം നമുക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടും. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഇത് പിശാചിൻ്റെ ഒരു തന്ത്രങ്ങൾ നമുക്ക് ഒരു കാലത്ത് ഒരു ദോഷവും വരില്ല. കാരണം യേശു കർത്താവായത് കാരണം നമുക്കൊരു കാലത്തൊരു ദോഷം വരില്ല, ഒന്നിനും മുട്ടുണ്ടാകില്ല, ഒരു ബാധ നമ്മളോടെടുക്കില്ല. ആമേൻ. അത് കാരണം എന്നാ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. യോഹന്നാൻ 4:4. കാരണം നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാ. ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു യേശുവിനെ
നമ്മുടെ ഉള്ളിൽ വസിച്ച് വിശുദ്ധ മന്ദിരാകണം. അത് എപ്പോഴും ഓർക്കണം. യേശുവിന് പ്രസാദമുള്ള കാര്യം ഞാൻ ചെയ്യുള്ളൂ. അതായിരിക്കണം എൻ്റെ യേശുവിന് പ്രസാദമുള്ള എന്ത് ചെയ്യണം? യേശുവിൻ്റെ വചനം പാലിക്കണം. യേശുവിനെ പ്രസാദിപ്പിക്കാൻ ബൈബിളിൽ ഒരേ ഒരു വഴിയുള്ളൂ, യേശുവിൻ്റെ വചനം. യേശുവിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം പറഞ്ഞ് ഏൽപ്പിച്ചത് മാത്രമേ യേശുവിൻ്റെ വായിൽ വന്നിട്ടുള്ളൂ. അത്ര അനുസരണയുള്ള മകനാണ്. അപ്പം അത് നമുക്കും അനുസരിച്ച് ക്രിസ്തു യേശുവിൻ്റെ ഒരു യാഗമായി മാറാം. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ മുടിയുടെ ആട്ടം. ഇന്ന് അധികവും ഇങ്ങനെ ഇപ്പോൾ കരാട്ടിൻ ഒത്തിരി ഇപ്പോൾ ആൾക്കാർ കരാട്ടിനിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടം. വെർജിൻ ഹെയർ ചിലത് ഇങ്ങനെ മുടി ഇങ്ങനെ ഇതുകൂട്ട് ചെയ്യാം, സ്മൂത്തനിങ്, ഹെയർ ലാക്സിങ്, പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യാം. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഒരു കവറിങ്ങേ ഉള്ളൂ, വാഷ് ഔട്ടാണ്. 40 വാഷ് ചെയ്യുമ്പോൾ അത് നോർമലിലേക്ക് വരും. പക്ഷേ അങ്ങനെ പണ്ടത്തെ പോലത്തെ നോർമലല്ല, ഒരു വേഴ്സൊക്കെ ആയിട്ട് ഒരു രസമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5-8 മാസം കഴിയുമ്പോൾ നമുക്ക് അടിച്ചുകൊണ്ടിരുന്നാൽ മതി. മറ്റേന്ന് പറഞ്ഞാൽ സ്മൂത്തനിങ്ങോ ഹെയർ ലാക്സിങ്ങോ പെർമനൻറ്റ് ബ്ലോ ഡ്രൈയോ ഒക്കെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. ചെയ്ത മുടി ഇങ്ങനെ കിടക്കും. ഇങ്ങനെ ഇത് എൻ്റെ ഇവിടെയൊക്കെ കരാട്ടണം. ഇവിടെ മുടി ഇവിടുത്തെ ആയിട്ട് വ്യത്യാസമില്ലേ ഇങ്ങനെ. അപ്പോൾ അത് 3-4 ഒക്ടോബറിൽ ചെയ്താൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 4 മാസത്തോളം ആകാറായി. ഇവിടെ വലിയ ചേഞ്ചൊന്നും ഇല്ലല്ലോ അല്ലേ. ഇവിടെയൊക്കെ വൈറ്റ് ഹെയർ ഉണ്ടാവും. ഫ്രണ്ട് മാത്രമേ കളർ ചെയ്തോട്ട് നടക്കാറില്ല. എന്ത് കട്ടപ്പാടല്ലേ ഇതിനൊക്കെ. ദൈവമേ, മനുഷ്യർക്ക് എന്ത് ബുദ്ധി ഉണ്ടായിട്ടെന്നെ അറിയാം. എന്ത് ബുദ്ധി ഉണ്ടെന്ന് ഈ പറയണേ. ഒരു വൈറ്റ് ഹെയർ പിന്നെ ബ്ലാക്ക് ആക്കാം. എല്ലാം 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യണ്ടേ. ഇത് സ്ഥിരമായിട്ട് അതിനൊരു പെർമനൻറ്റ് റെമഡി ഉണ്ടോ? എന്തിനെങ്കിലും ഒരസുഖം വന്നാൽ, ജലദോഷം വന്നാൽ ഇന്ന് മരുന്ന് കഴിച്ചാൽ മാറും, അടുത്ത ആഴ്ച ജലദോഷം വന്നാൽ പിന്നെയും മരുന്ന് കഴിക്കണം. ഇങ്ങനെയല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും പെർമനൻ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. മനുഷ്യന് ഒരു നിസ്സാര സംഭവം. ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയിലെ മഹാത്ഭുത നമ്മൾ. പക്ഷെ നമുക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ. ദൈവത്തിനാണ് എല്ലാം സാധിക്കുകയുള്ളൂ. അപ്പോൾ കരാട്ടിൻ വേണ്ടവർ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാൻസ് ചെയ്യണ ഏറ്റവും അപ്ഡേറ്റ് സാധനം, ഏറ്റവും നല്ല പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യണേ. അതിൻ്റെ റിസൾട്ടും അതുപോലെയാണ്. പിന്നെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു വളവൊക്കെ വരും. ഇങ്ങനെയെന്ന് വെച്ചാൽ വളഞ്ഞു പോകുന്നല്ല, ഒരു ചെറിയ ഒടിവൊക്കെ. അയ്യോ, എപ്പോഴും ഇങ്ങനെ നിവർന്ന് സ്റ്റഡി ആയിട്ടിരിക്കില്ല. പിന്നെ ആഫ്റ്റർ കെയർ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. ആഴ്ച 2 പ്രാവശ്യം കഴിയാൽ മതി. ആഫ്റ്റർ കെയർ ഇട്ട് കഴിയുമ്പോൾ 2 പ്രാവശ്യം കഴിയാൽ മതി. പിന്നെ എന്നും കഴുകുന്നവർക്ക് പെട്ടെന്ന് ചേഞ്ച് വരും കേട്ടോ. കാരണം 40 വർഷമല്ലേ പറയണേ. കരാട്ടിൻ്റെ പിന്നെ ഹെയർ ലാക്സിങ്ങും സ്മൂത്തനിങ് എല്ലാം ആയാലും ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം. എന്നാലാണ് അതിൻ്റെ പിന്നെ എണ്ണ തേക്കണില്ലോ, സ്പാ ഇല്ലാണ്ട് പറ്റൂല. പിന്നെ നമ്മൾ മൾട്ടി വിറ്റാമിൻ ഗുളികൾ മസ്റ്റാണ്. ഇപ്പം D3 കുറഞ്ഞു പോയാലൊക്കെ ഒത്തിരി പ്രശ്നം വരില്ലേ. D3 കുറയാൻ പാടില്ല. പിന്നെ ആ D3 ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റ് ആക്കണം. എനിക്ക് അവിടെ ആശുപത്രി ചെന്നാൽ അപ്പോൾ ഞാൻ D3 കഴിച്ചോണ്ടിരിക്കും. എന്നിട്ടും D3 തന്നെ. D3 ആണ് എൻ്റെ എല്ലാ സിംറ്റവും. D3 കുറവിൻ്റെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ D3 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കും എപ്പോഴും D3 കുറവെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ മനുഷ്യരുടെ കാര്യം. പിന്നെ ഫേഷ്യലുകളൊക്കെ ഞാൻ കുറേ ദിവസം അടുപ്പിച്ച് ഫേഷ്യൽ ചെയ്യാണ്ടിരുന്നപ്പോൾ എനിക്ക് വീഡിയോ നോക്കിയപ്പോൾ എൻ്റെ മോച്ചായ ഒത്തിരി ചള്ളായ പോലെ. അപ്പോൾ ഫേഷ്യലൊക്കെ എന്ത് നമുക്ക് ചേഞ്ച് വരുത്തും എന്നറിയാം. പിന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. നമുക്കിങ്ങനെ അപ്പടിയുടെ മസാജ് ചെയ്തേ പിന്നെ ഫേസ് ഒന്ന് ലിഫ്റ്റ് ആകും. ഇങ്ങനെ കാര്യം ഇതൊക്കെ പറയും നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാമെന്ന് പറയും. ഇതൊന്നും നടക്കണ കാര്യമല്ല. ഇങ്ങനെ പിന്നെ എല്ലാവർക്കും ഒരു പണിയാകട്ടെ. പിന്നെ ഫേഷ്യൽ സെറിനേറ്റിൻ്റെ ആ ഗോൾഡൻ ഫേഷ്യൽ ഈ പിഗ്മെൻറ്റേഷനുള്ളവർക്കൊക്കെ എന്തൊരു ചേഞ്ചാണ്. ഞാൻ ഇനി ഇതിലും ബെറ്റർ ഉണ്ടാകുമായിരിക്കും കേട്ടോ. പക്ഷേ ഇപ്പം നിലവിൽ ഏറ്റവും ബെറ്റർ ഒരു ഫേഷ്യൽ ലക്ഷറി ഫേഷ്യലാണ് സെറിനേറ്റിൻ്റെ. പിന്നെ നമുക്ക് പേള്, അരോമ എല്ലാം ഉണ്ട്. ഗോൾഡൻ ഫേഷ്യൽ, എല്ലാ സൈസ് ഫേഷ്യലുകളും, ഫ്രൂട്ട് ഫേഷ്യൽ മുതലെല്ലാം ഉണ്ട്. സെറിനേറ്റിൻ്റെ ക്ലീനപ്പ് ഉണ്ട്, ഓർഡിനറി ക്ലീനപ്പ് ഉണ്ട്. പിന്നെ കാല് പെഡിക്യൂറൊക്കെ ഇടയ്ക്ക് ചെയ്താൽ എൻ്റെ ദൈവം എൻ്റെ കാലം അങ്ങനെയൊന്ന് വൃത്തിയായത്. അയ്യോ, ഇന്നും വിണ്ട് കീറി കുഴിനഖം ഇതൊക്കെ. പണ്ട് ഞങ്ങൾക്കൊക്കെ ഒത്തിരി നടക്കണമായിരുന്നു. സ്കൂളും കോളേജും 1.5 കിലോമീറ്റർ പണ്ടപ്പള്ളിയിൽ നിന്ന് ബസ് കറന്നെടുത്തിട്ട് വന്നെങ്കിലേ ഒരു കുന്നിൻ്റെ മേളിലായിരുന്നു എൻ്റെ വീട്. ഒത്തിരി നടക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ കാലൊക്കെ വൃത്തിയില്ലായ്മയും കാണുമായിരിക്കും കേട്ടോ. തേച്ച് കഴിയുമെന്ന് എടുക്കണം. എനിക്ക് എല്ലാത്തിനും മടിയാണ്. അതൊക്കെ കാണുമായിരിക്കും. ഡ്രൈ സ്കിന്നിൻ്റെ ആട്ടമേ. ആ ഡ്രൈനെസ് വരുമ്പോൾ വിണ്ട് കയറില്ല. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. നമ്മൾ പെഡിക്യൂറും ഇതൊക്കെ എപ്പോഴും ചെയ്യണം. അതൊക്കെ ഒരു വൃത്തിയുടെ നമ്മുടെ വൃത്തി കാല് നോക്കി അറിയാമെന്നല്ലേ പറഞ്ഞേ. അതൊക്കെ ഞാൻ അറിയണത് ഇപ്പോഴാട്ടോ. പണ്ടതൊന്നും അറിയാൻ കൊള്ളായിരുന്നു. യേശു അപ്പോൾ ഒന്നും പറയണ്ട. അപ്പോൾ
നമ്മുടെ ആരോഗ്യം നമ്മുടെ മക്കളുടെ അസറ്റാ, കുടുംബത്തിൻ്റെ അസറ്റാ, നാടിൻ്റെ അസറ്റാ, രാജ്യത്തിൻ്റെ അസറ്റാ. നമ്മൾ ഹെൽത്തി ആകുക. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിക്കോളും. ഹെൽത്തി ഫുഡ് കഴിക്കുക. അപ്പോൾ ഇനി നമുക്ക് അതിമനോഹരമായ വീഡിയോസ് കാണാം. അതെ, ഒരു കാര്യം ഇവിടെ പറയാൻ മറന്നുപോയി. ഞാൻ എൻ്റെ ഒരു ആങ്ങളയുടെ മോള് എൻ്റെ ഇസക്കുട്ടി സ്കൂളിൽ പോണ ഒരു ചെറിയ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അത് വേറെ ഒന്നിനുമല്ല, എങ്ങനെ ഒരമ്മ കൊച്ചിനെ സ്കൂളിൽ പറഞ്ഞു വിടണമെന്ന്. എൻ്റെ നാത്തൂൻ യേശുമ്പരാൻ അനുഗ്രഹിച്ച് എനിക്ക് കിട്ടിയൊരു നാത്തൂനാട്ടോ. ഒരു പെൺകൊച്ചിന് ഒരു കുടുംബം എങ്ങനെ മനോഹരമായിട്ട് അതിമനോഹരമായിട്ടൊരു ഭർത്താവിനെയും കൊച്ചിനെയും ഒരു കുടുംബത്തെ നയിക്കാം. എൻ്റെ ഇളയ നാത്തൂൻ ഒരു യേശുവിൻ്റെ കൃപയാണ്. ഒരു നല്ല എന്ത് മനോഹരമായിട്ട് അവൾ ആ കൊച്ച് ഒരു മോളേ ഉള്ളൂ, അതിന് നല്ല ദൂശാക്ഷിയാണ്. പക്ഷെ അതൊക്കെ അതിമനോഹരമായിട്ട് അവൾ ആ സ്കൂളിൽ കൊച്ചിനെ പറഞ്ഞു പറഞ്ഞ ഒരു വീഡിയോ ഭയങ്കര ഞങ്ങളുടെ ഫാമിലി മൊത്തം ഭയങ്കര വൈറലായിപ്പോയി. അപ്പോൾ ഇതിലും ഇട്ടേക്കാവട്ടോ. അപ്പോൾ അതൊരു പ്രചോദനത്തിനാട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ എപ്പോഴും മക്കളെയൊക്കെ ആ ലൂക്കോസ് അല്ല 2:40 പൈതൽ വളർന്നു, ജ്ഞാനത്തിൽ നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ എൻ്റെ കൊച്ചിനോടൊപ്പം ഉണ്ടായിരുന്നു. ആമീൻ. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവുള്ളൂ. ഇതൊക്കെ കൊച്ചുങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് എന്നും ഉമ്മയൊക്കെ വെച്ചിട്ട് അനുഗ്രഹിച്ച് സ്കൂളിൽ വിട്ടാൽ കൊച്ചുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയാകും. വൈകുന്നേരം കിടക്കണതിന് മുമ്പ് യേശുവിൻ്റെ നാമത്തിൽ കൊച്ചുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ കൊച്ചുങ്ങൾക്ക് ഒത്തിരി ഇങ്ങനെ നല്ലതാണ്. ആ പിള്ളേരൊക്കെ ഒരു ചീത്ത സ്വഭാവം ഉണ്ടാവില്ല, ഒരു ദൈവത്തിൻ്റെ സ്വഭാവമായി മാറും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ പിള്ളേരെ കുഞ്ഞിലേ വാർത്തെടുക്കണം ക്രിസ്തു യേശുവിലെ. അപ്പോൾ അതിന് വേണ്ടിയാട്ടോ ഇടുന്നത്. അപ്പോൾ ശരിയെന്നാ. ഹലോ, ഈ മോളെ ഹെയർ മേക്കോറിന് വന്നാ. ഈ മുടി കണ്ടോ? സോഫ്റ്റ് ഹെയറൊക്കെ ഇങ്ങനെ നന്നായിട്ട് ആഫ്റ്റർ കെയറൊക്കെ യൂസ് ചെയ്യണ കൊച്ചാ. പക്ഷേ ഇതിങ്ങനെ ഒന്നും ഇല്ലാത്ത പോലെ തോന്നിക്കും. ഈ മോള് ഇത് കൂട്ടിന് മാമോദീസയ്ക്ക് ഒരുങ്ങാൻ വന്നപ്പോൾ ഞങ്ങൾ മുടി അയൺ ചെയ്തിട്ട് കേളാക്കി ഒന്ന് വിടത്തിയിട്ട് നല്ല രസത്തിൽ പോയി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ വന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ ട്രീറ്റ് ചെയ്യാൻ വന്നതാണ്. കാരണം എന്ന് വെച്ചാൽ മുടി അങ്ങ് ട്രീറ്റ് ചെയ്തിട്ടാൽ പിന്നെ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടല്ലോ. ഇതിങ്ങനെ ഇച്ചിരൂടെ കഴിഞ്ഞാൽ ഇതിപ്പോൾ ചീകി ഒക്കെ ഇട്ടിട്ടാൽ ഇത് ഇച്ചിരൂടെ കഴിഞ്ഞാൽ വട്ടം ചുറ്റി ഇങ്ങനെ നല്ല മുടിയൊക്കെ ആണെങ്കിൽ ഉരുണ്ട് കയറില്ലേ, ചുരുണ്ട്, അങ്ങനത്തെ കുഴപ്പമുള്ളതാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇത് കരാട്ടിൻ ബയോട്ടാനിസ് നാനോപ്ലാസ്റ്റി ചെയ്യണേ, അല്ല ബയോട്ടാനിസ് ആണ് ചെയ്യണേ. അപ്പോൾ അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ എല്ലാവരും തന്നെ കരാട്ടിൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരി എന്നാൽ. ഈ മോള് ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആയിട്ട് ചെയ്തേക്കണേ. ഈ മുടി ഇങ്ങനെ ഇതിന് മുമ്പ് കൊച്ചിൻ്റെ മാമോദീസയ്ക്ക് വന്നപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇതിങ്ങനെ ചെയ്തിടുന്ന ഇത് ഓരോ വിറ്റാമിനുകളൊക്കെ കുറഞ്ഞ് നമുക്ക് മുടി പോകുമല്ലോ. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഫ്രണ്ടിലൊക്കെ കുറവാണ്. പക്ഷെ ഇതിപ്പം ഇത് ചെയ്തപ്പോൾ ഇത് പൊങ്ങിയിരിക്കും. നോക്കി ഞാൻ അത് കാണിക്കാൻ മുഖം ഒന്ന് കാണിക്കാൻ പറയുന്നത് എൻ്റെ കമ്പനിയിൽ നിന്ന് ആൾ വന്ന് ഞാൻ പറഞ്ഞില്ല ഒരു ഇംഗ്ലീഷ് അറിയാമ്പോൾ അല്ല മലയാളം അറിയാമ്പോഴാണ് അങ്ങേരോട് പറഞ്ഞത് ഒട്ടിക്കലേന്ന്. ഇത് ഞങ്ങളിവരെ പിള്ളേരെ പൊക്കിയൊക്കെ എടുത്തതേ കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ പൊങ്ങിയല്ലായിരുന്നു, പതിഞ്ഞിരുന്ന മുടിയാട്ടോ. നല്ല പൊക്കിയതേ ഉള്ള മുടി ബാക്കി ഉണ്ടോ കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ഉള്ള ആവശ്യത്തിന് ഉള്ളായില്ലേ നോക്കിക്കേ. എന്ത് ഭംഗിയിലാണ് കിടക്കണേന്ന് നോക്കിക്കേ. ഇനിയിപ്പോൾ മുടിയില്ല എന്നുള്ളൊരു ടെൻഷനേ അലട്ടൂല. അതാണ് നമുക്ക് എന്നാ മുടിക്ക് പറ്റിയേ. ഞാനും ചോദിച്ചുമൊക്കെ നല്ല മുടി ഉണ്ടായിരുന്നു പണ്ട്. ഇതിനെ പക്ഷെ പെട്ടെന്ന് കണ്ടപ്പോൾ മുടിയൊക്കെ എങ്ങോട്ട് പോയെന്ന് ഓർത്തു കേട്ടോ. ഇപ്പം നമുക്ക് ആ ഇതില്ല, ആ കൊച്ചിന് മുടിയില്ല എന്നുള്ളൊരു തോന്നലില്ല. എല്ലാവർക്കും ഇത്രയൊക്കെയല്ലേ മുടിയുള്ളൂ. ഇഷ്ടം പോലെ മുടി. അപ്പോൾ അതാണ് നമുക്കതൊരു കോൺഫിഡൻസ് കൂട്ടും. നമ്മുടെ ഹെയർ മേക്ക് ഓവർ ആക്കാരെ അങ്ങ് ചേഞ്ച് ചെയ്യും. അപ്പം നമുക്ക് ഇങ്ങനെ മുടിയില്ലാത്തവരൊന്നും വിഷമിക്കേണ്ട. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഒരു കവറിങ്ങേ ഉള്ളൂ. സോഫ്റ്റ് ആക്കുക എന്നുള്ളതാണ് മുടി. എന്ന് വെച്ചാൽ 10-40 വാഷ് വരെയൊക്കെ നിൽക്കും ആഫ്റ്റർ കെയർ യൂസ് ചെയ്താൽ. പിന്നെ മൾട്ടി വിറ്റാമിനും കഴിച്ചാൽ. അപ്പോൾ ഈ മുടി ഇങ്ങനെ കിടക്കും. പിന്നെ പെട്ടെന്നൊക്കെ ഈ മുടി ഫുള്ള് ഒരുപോലെ ആവുള്ളൂ. അല്ലാണ്ട് നമ്മൾ സ്മൂത്തനിങ് ചെയ്യുന്ന പോലെ പകുതി ഇങ്ങനെ ചേഞ്ച് വരില്ല. അങ്ങനെ ഒരു ഗുണോടെ ഉണ്ട് കരാട്ടിന്. അപ്പോൾ കരാട്ടിൻ ചെയ്യേണ്ടവർ കരാട്ടിൻ ചെയ്യുക, ഹെയർ ലൈസിങ് ചെയ്യുന്നവർ അങ്ങനെ പെർമനൻറ്റ് ബ്ലോഡറി ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? പണ്ടുപോലെ നമ്മുടെ ആളാട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പറയുന്നത് എനിക്ക് ആദ്യം കണ്ടപ്പോൾ പെട്ടെന്ന് ഈ കൊച്ചിന് ഇത്രയും മുടി കുറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ കൊച്ചു ഓരോ വർത്താനം പറയുക, ചേച്ചി അന്ന് അങ്ങനെ, ചേച്ചി ഇന്നാൾ വന്നപ്പോൾ ചേച്ചിയുടെ നാത്തൂൻ്റെ കാര്യം പറഞ്ഞില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ക്ലിക്ക് ചെയ്യണത്
ആ മുടിയും ഇങ്ങനെ അങ്ങ് പൊങ്ങിയൊക്കെ വന്നപ്പോൾ അതിൻ്റെ മുഖച്ചായയായി. അപ്പോൾ നമ്മുടെ മുടി ഇവിടെയൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുഖച്ചായ മാറും. ഞാൻ അതിനോട് പറഞ്ഞത് ചേഞ്ച് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എന്ന്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൊച്ചൊക്കെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല. പിള്ളേരുണ്ടാവുന്നവർ പ്രഗ്നൻസി കഴിച്ച വിറ്റാമിൻ ഗുളിക കൊച്ചുങ്ങൾ വലുതാകണ വരെ കഴിച്ചുകൊണ്ടിരിക്കണം എന്നാട്ടോ പറയണത്. ഇപ്പോൾ ഡോക്ടർമാരങ്ങനെ കൊടുക്കണ്ട്. ചുമ്മാ പ്രഗ്നൻസിയിൽ ഒറ്റ മുടി കൂടിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ വിറ്റാമിൻ ഗുളികയൊക്കെ കഴിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ആരും ഒന്നും കഴിക്കില്ല. കൊച്ചു പാലും മുടിയും അപ്പോൾ ഒന്നും ശ്രദ്ധിക്കുകയില്ല. കൊച്ചിൻ്റെ പുറകെ ജോലി മൊത്തം ടെൻഷൻ. അപ്പോൾ നമ്മുടെ മുടിയൊക്കെ ഇപ്പോൾ കുറേ നമ്മുടെ ആരോഗ്യം നമ്മളോട് നോക്കണം. അത് മക്കൾക്കുള്ള അസറ്റാണ്, കുടുംബത്തിൻ്റെ അസറ്റാണ്, നാടിൻ്റെ രാജ്യത്തിൻ്റെ അസറ്റാണ് നമ്മുടെ ആരോഗ്യമായിട്ടല്ലേ പണിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആരോഗ്യം വലിയ സംഭവമാട്ടോ. ദൈവം തന്നേക്കണേ എല്ലാത്തിനെയും വിലയേറിയതായിട്ട് കാണുക. അപ്പോൾ എന്തായിരുന്നു പറയാൻ വന്നേ? ഒന്നുമില്ല. അപ്പോൾ ഹാപ്പിയാണ്. അപ്പോൾ ശരി എന്നാ. ഈ സുന്ദരിക്കുട്ടി ഹെയർ മേക്കോറിന് ഒന്നാണ്. നീണ്ട ഹൈറ്റൊക്കെ എന്ത് രസാല്ലേ. അടുത്ത് തന്നെ ഞാൻ ചെറുതായി പോയി. അപ്പോൾ മുടി ഒന്ന് കാണാട്ടോ. മുടി ഇങ്ങനെ ഓൾറെഡി ചുരുണ്ട് നമ്മൾ പണ്ട് ഇങ്ങനെ ട്രീറ്റഡ് ഹെയർ ആട്ടോ. ഇവിടെ ഇങ്ങനെ സ്മൂത്തനിങ് ചെയ്തിട്ടേക്കണതാ. അപ്പോൾ ഇപ്പം ഞാൻ ഇനി കരാട്ടിനാണ് കൊച്ചു ചെയ്യണത്. അപ്പോൾ സ്മൂത്തനിങ് ചെയ്യുമ്പോൾ കൊച്ചിന് ഇങ്ങനെ ഡിഫറൻസ് ഫീൽ ചെയ്യുമല്ലോ കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ കരാട്ടിനാകുമ്പോൾ വാഷ് ഔട്ട്. അത് പക്ഷേ ഇനി കുറേ നാൾ കഴിയണത് കറക്റ്റായി വരാൻ. ഈ മുടിയൊക്കെ വെട്ടിപ്പോകണം. ആദ്യം മുതലേ കരാട്ടിൻ ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ നമുക്ക് റീ അടിക്കാൻ പറ്റിയില്ല. ഒരു 8-9 മാസം കഴിയുമ്പോൾ റീ അടിച്ചാൽ മതി. അത് ആ സോഫ്റ്റ്നെസ്സിൽ ആഫ്റ്റർ കെയറിലും ഒക്കെ നിന്നോളും സോഫ്റ്റായിട്ടും ഒരു ഗ്രാൻഡായിട്ട്. പക്ഷെ ഇത് ഈ ഡിഫറൻസ് ഫീൽ ചെയ്യും. കാരണം സ്മൂത്തനിങ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ മുടിയുടെ ബോണ്ടിനെ തകർക്കും. അപ്പോൾ അതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കില്ല, ഇങ്ങനെ ഒഴിഞ്ഞ് തന്നെ കിടക്കും. അതിന് മുടി വെട്ടിപ്പോണവരിങ്ങനെ തന്നെ കിടക്കുള്ളൂ. പക്ഷേ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ കവറിങ്ങേ ഉള്ളൂ. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിക്സ് ആണ്. ഞാൻ എപ്പോഴും ഈ പേര് പറയുന്നത് എന്തുകൊണ്ടാണ്? കരാട്ടിന് ഒത്തിരി ലോ ക്ലാസ് ഉണ്ട്. എല്ലാവരും പറയും എൻ്റെ മുടി കരാട്ടിനാണ് ചെയ്തത്, പെട്ടെന്ന് പോയി അതായില്ല എന്നൊക്കെ പറയും. കരാട്ടിൻ പണ്ട് എല്ലാ ബ്രാൻഡഡാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. പണ്ടും വന്ന ഏറ്റവും കൂടിയത്. ഇപ്പോൾ അത് ഏറ്റവും അപ്ഡേറ്റും ഏറ്റവും നല്ല പ്രൊഡക്റ്റുമാണ് നമ്മൾ ചെയ്യണത്. അത് കാരണമാണ് ഞാൻ ഗ്ലാമറിൽ ആ പേരും ഒക്കെ വിളിച്ചു പറയണത്. അപ്പം നമ്മൾ കരാട്ടിൻ ചെയ്യുന്ന ഒരു പാർലറിൽ ചെന്നാൽ നമ്മൾ പേര് വയ്ക്കണം ഏത് സംഭവം ചെയ്യണമെന്ന്. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഗ്രാഹ്യം വേണം. ഒന്നാമത് മനുഷ്യർക്ക് കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഗ്രാഹ്യമില്ല. കരാട്ടിന് ഒത്തിരി 500 രൂപയ്ക്ക് വരെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് 55,000 രൂപ ശരാക്കളുടെ തലയിട്ടല്ല കേട്ടോ. അത്രയും കോസ്റ്റ്ലി സംഭവമാണ്. അപ്പം യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മക്കളുടെ ഹെയർ മേക്കോർ കഴിഞ്ഞ് മുടി ഇപ്പോൾ കഴിയുള്ളൂ. ഇവിടെയൊക്കെ കണ്ട പൊങ്ങി എൻ്റെയൊക്കെ മാത്രം ഒട്ടിപ്പോയിട്ടുള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടോ ഇതെല്ലാം കരാട്ടിൻ ബയോട്ടാനിക്സ് നാനോ പ്ലാസ്റ്റിക് ആട്ടോ, നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ചെയ്തേക്കണേ. ഇത് കണ്ടോ. അപ്പം മേളത്തെ മുടിയും ഇവിടെ സ്മൂത്തൻ ചെയ്ത മുടിയും എല്ലാം ഒരുപോലെ കിടക്കണുണ്ടോ. ഭയങ്കര സോഫ്റ്റായിട്ട്. ഇനി കൂടുതൽ സോഫ്റ്റ് ആവുള്ളൂ ആഫ്റ്റർ കെയർ കൂടെ യൂസ് ചെയ്യുമ്പോൾ. ഇങ്ങനെ കുറേ നാൾ കിടക്കും. പിന്നെ ചെറിയൊരു വളമൊക്കെ വന്ന് അങ്ങനെയാണ് അതിൻ്റെ ചേഞ്ച് തന്നെ. വാഷ് ഔട്ടാണ്. ശരിക്കും ഉണങ്ങിയിട്ടുകൂടെ ഇല്ല. ശരിക്കും ഉണങ്ങിയില്ല. എന്നിട്ട് ഇത് കണ്ടോ. ഇപ്പോൾ പരസ്യത്തിൽ വരണ പോലെ അതിൻ്റെ മുടിയുടെ ഗ്ലാമർ അതിമനോഹരമായില്ലേ. ഇങ്ങനെ മുടി കിടന്നാൽ തന്നെ നമുക്കിപ്പോൾ ഒരു മുക്കാൽ പണി ഒരു മനുഷ്യൻ്റെ മുക്കാൽ പണി തീർന്നു. എവിടെയൊരു പോകുമ്പോൾ ഹെയർ മേക്ക് ഓവറായി. ഇങ്ങനെ ഒരു ഡ്രസ്സ് എടുത്തിട്ടു, ഇച്ചിരി ലിപ്സ്റ്റിക്ക് ഇട്ടു, അങ്ങനെ ഒന്ന് കാണിച്ചു, ഓക്കെ. ഇച്ചിരി മോയ്സ്ചറൈസിങ് കിട്ടാം, മേക്കപ്പും ആയി, എല്ലാം ഓക്കെ. ഹെയർ ആണ് ഏറ്റവും പ്രധാനം. അതുപോലെ ഹെയർ പോകാണ്ട് നോക്കണേ. എപ്പോഴും നമ്മൾ ഹെയർ ഫ്രണ്ടൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രായം തോന്നിക്കുകയും. അപ്പം നമ്മളെപ്പോഴും മസാജിങ് ഇവിടെയൊക്കെ കൊടുക്കണം. അല്ലെങ്കിലും നല്ല ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കണം. സ്പാ ഒത്തിരി നല്ലതാണ്. മുടിക്ക് സ്പാ ചെയ്താൽ മുടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വേനൽക്കാലത്തും സ്പാ ചെയ്യുന്നത് ഒത്തിരി നല്ലതാട്ടോ. വേനൽക്കാലത്ത് മുടി വളരണമെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും വേനൽക്കാലത്ത് തന്നെ മുടി എപ്പോഴും പോയത്, മഴക്കാലത്ത് വളരില്ലെന്ന് പറഞ്ഞത്. അത് കാരണം ഈ മഴക്കാലത്ത് മുടി വെട്ടരുന്നൊക്കെ പറയില്ലേ, നീളില്ലെന്ന്. വേനൊക്കെ ചൂടില്ലെങ്കിൽ എല്ലാത്തിനും ആഷൻ പെട്ടെന്ന്. അപ്പോൾ ചൂടുകാലത്താണ് മുടി പെട്ടെന്ന് നീളും. അപ്പോൾ മോളെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. കൊച്ച് ഇവിടെ വേറെ ഒരാൾ കൊച്ചിൻ്റെ ഫ്രണ്ട് ചെയ്ത് കണ്ടിട്ട് കൊച്ച് സ്മൂത്തനിങ് മാറ്റി കരാട്ടിലേക്ക് ചാടിയതാണ്. ആ മോൾ നേരത്തെ സ്മൂത്തനിങ് ഇതൊക്കെ ആയിരുന്നു. കരാട്ടിന് അടുപ്പിച്ച് 2 പ്രാവശ്യം ചെയ്ത പുള്ളിക്കാരിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ആശാത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇത് രസമുള്ള പേരാണെന്നറിയാം, അഭിരാമി അല്ലേ?
നമുക്ക് ഭയങ്കര രസമല്ല ഇത് കേൾക്കുമ്പോൾ. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ശരി എന്നാൽ അപ്പോൾ ഇങ്ങനെ മുടിയൊക്കെ ചെയ്യാനുള്ളവരെ മുടിയൊക്കെ ചെയ്തിടുക. മൊത്തം നമുക്ക് സ്റ്റൈൽ മന്നത്തികളായിട്ട് നടക്കണ്ടേ. മുടി ഒരു ഒത്തിരി പ്രാധാന്യം കേട്ടോ നമ്മുടെ ജീവിതത്തിൽ. എല്ലാം പോലെ തന്നെ ഇത് മുടി കൂടെയൊക്കെ പൊങ്ങിയെന്നിരുന്നാൽ നമുക്കൊരു എല്ലാവരും ഇങ്ങനെ ചെയ്തിടും. അപ്പോൾ ശരി എന്നാൽ ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. മുടിയുടെ പൊട്ടലൊക്കെ ഉണ്ട്, കുഞ്ഞു കൊച്ചാട്ടോ. അപ്പോൾ ഈ മുടീനെ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാം. ഈ ഇങ്ങനെ മുടിയുള്ളവരൊന്നും വിഷമിക്കണ്ട. ഇതിനെ ഈ പുറമെ ഈ പൊട്ടലെല്ലാം മാറി അതീവ മനോഹരമാകും. പിന്നെ ആഫ്റ്റർ കെയർ ഷാമ്പു, സ്പായ സിറപ്പ് യൂസ് ചെയ്യണം. പിന്നെ മൾട്ടി വിറ്റാമിൻ ഗുളിക അതും കഴിക്കണം. ഇന്ന് നമുക്ക് വെളുപ്പിന് മേക്കപ്പ് ഉണ്ടാകുന്ന ഒരു ഫിലിപ്പീൻ കൊച്ചാട്ടോ. അതിൻ്റെ മേക്കപ്പിൻ്റെ ഇടാം. അവർ ആ കൊച്ചു ഒരു 6 മാസം കൂടുമ്പോൾ അവർ നിർബന്ധമായിട്ട് അവർ കരാട്ടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഞാൻ നോക്കിയപ്പോട്ടെ അതിൻ്റെ മുടി എനിക്ക് പിടിച്ചാൽ കിട്ടണില്ല. എൻ്റെ ദൈവം. അപ്പോൾ അത് പറഞ്ഞ് 1 മാസം മുമ്പ് കരാട്ടെ ചെയ്ത് അവരെങ്ങനെ റൗണ്ട് ചെയ്ത് ചെയ്യുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര തിക്കും ഭയങ്കര സ്റ്റൈലും. അപ്പോൾ അവർ ആ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്നാ വെച്ചാൽ ഹെയർ മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇങ്ങനെ ആളെ മാറ്റും. കൊച്ചിൻ്റെ മുഖം കാണിക്കണില്ല. കൊച്ചിനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കല്യാണം ഉണ്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നല്ല കുടുംബജീവിതവും സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടാനും അനുഗ്രഹിക്കപ്പെട്ട തലമുറയൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ മുഖം കണ്ടില്ലെന്ന് ഓർത്ത് വിഷമിക്കണ്ട. അപ്പോൾ ശരി എന്നാ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. സൂപ്പറായിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല. യേശപ്പൻ്റെ ഒരു കൃപ. ഇങ്ങോട്ട് നോക്കിക്കേ, ആ മുടിയാണോ ഇതെന്ന് നോക്കാം. ഇത് വെപ്പൂടിയൊന്നും അല്ലട്ടാ, കൊച്ചിൻ്റെ തന്നെ ഒറിജിനൽ ഭയങ്കര തിക്നെസ് ഉള്ള മുടിയാണെന്ന് പറഞ്ഞത്. ചുമ്മാ വിറ്റാമിൻ D3 ഇത് കൊച്ച് സൗദിയിലാണ് D3 മരുന്ന് കൊടുത്തത് കൊടുത്തിട്ടുണ്ട്. അതിന് കഴിക്കാണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ മെഡിക്കൽ ഫീൽഡിലുള്ള കൊച്ചിനെ അറിയാൻ പാടില്ല അത്യാവശ്യം കഴിക്കണമെന്ന്. നമ്മളങ്ങനെ മേടിച്ച് വിറ്റാമിൻ ഗുളിക വീട്ടിൽ വെച്ചാൽ ഈ അവസ്ഥയാണ് വരും കേട്ടോ. ഈ മുടി എപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞിരുന്ന് വിറ്റാമിനും ഇല്ല. പിന്നെ പൊട്ടുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല. പിന്നെ നര തുടങ്ങും. പെട്ടെന്ന് കഴിച്ചാൽ പൊട്ടൽ മാറി സൂപ്പർ ഹീറ്റ് ആവും. ഇപ്പോൾ എന്തോരം മുടിയായി, ആവശ്യത്തിൽ കൂടുതൽ മുടിയായി. ഇനിയിപ്പോൾ വിറ്റാമിൻ ഗുളിക കഴിക്കുമ്പോൾ ഇവിടെ പനങ്കൊല വരുമ്പോൾ ഇവിടെ ഉള്ളുറവ് തോന്നിക്കും. ഇപ്പം നല്ല ഉള്ളും തോന്നിക്കണില്ലേ, സൂപ്പറായിട്ട് തോന്നിക്കണില്ലേ നോക്കിയത്. അടിപൊളിയായിട്ട് എന്നാ ചേഞ്ച് ചെയ്യുന്ന ഒരാളെ കണ്ടാൽ തിരിച്ചറിയില്ല. ഭയങ്കര രസമായി. എൻ്റെ നാത്തും കെട്ടാൻ ചെറുക്കൻ്റെ പെങ്ങൾ പറഞ്ഞു കേട്ടതാണ്. ഭംഗിയായി, അടിപൊളി. ഇനി ആഫ്റ്റർ കെയർ ഒക്കെ മേടിക്കണം കേട്ടോ. അപ്പം അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ കൊച്ചിന് തന്നെ കൊച്ചിൻ്റെ തലേന്ന് കൈയെടുക്കാൻ പറ്റില്ല. മടിയാണോ? യേശുവിൻ്റെ കൃപയാൽ എന്ത് ഭംഗി നോക്കി. അപ്പോൾ കണ്ടോ, മുടി ഹെയർ മേക്ക് ഓവർ ഒരാളെ മാറ്റിമറിക്കുന്നത് എങ്ങനെ ഇരുന്ന മുടിയാണ്. അപ്പോൾ അതേ പരസ്യത്തിന് വെല്ലണ മുടിയായി. ഇതാണ് നമ്മുടെ പരസ്യം. ഇത് കണ്ടിട്ടാണ് ഇതൊക്കെ ഒത്തിരി കട്ടപ്പന ആ ഭാഗത്തു നിന്നൊക്കെ ഉള്ളവരാ ഒത്തിരി പേര് വന്നത്. ഇതിങ്ങനെ ഇവിടെ ഈ ഒരേ ഉള്ളായി കിട്ടിയില്ലേ നോക്കി. ഇവിടെ ആദ്യം നിങ്ങൾ കണ്ടതില്ലേ. അപ്പോൾ 75, 90 യേശുവിൻ്റെ കൃപ, 10 നമുക്ക് യേശുമ്പരാൻ തന്ന കഴിവിൽ നമ്മളിങ്ങനെ ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മുടിയുള്ളവരൊന്നും സങ്കടപ്പെടാണ്ട് ദേവതീട്ട് പോരെ. അപ്പോൾ ശരി എന്ന്. ഈ മോളെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. നമ്മൾ തന്നെ നേരത്തെ ചെയ്ത ഹെയർ റിലാക്സിങ്. ഈ മോള് ഡോക്ടർ വെച്ചാൽ എന്നിട്ട് വൈറ്റമിൻ D3 12 കൊള്ളുന്നു കേക്ക്. പുള്ളിക്കാരി ഗുളികയൊക്കെ കഴിക്കാൻ മരുന്ന് കഴിക്കണ്ടാണെന്നാണ് പറഞ്ഞേ. പക്ഷേ അത് മുടിക്ക് പൊട്ടലൊക്കെ കുറഞ്ഞു കേട്ടോ. ആഫ്റ്റർ കെയർ ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യേണ്ടത് തോന്നുന്നു അല്ലേ. അത് മുടി പിടിക്കുമ്പോഴൊക്കെ നല്ല സുഖമാണ്. പണ്ട് ഡ്രൈ ഇല്ലായിരുന്നു. അപ്പം ചുരുണ്ട് ഭയങ്കര ഡ്രൈ ഇല്ലായിരുന്നു. അപ്പം ഡ്രൈനെസ് ഇല്ല. അത് ഇങ്ങനെ സൂപ്പറായിട്ട് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗുണമുണ്ട് കേട്ടോ. അത് ഇങ്ങനെ പിടിച്ചാൽ സൂപ്പറാണ്. ഇത്രയും ചുരുണ്ട മുടിയാകുമ്പോൾ അത് എന്തുമാത്രം ഡ്രൈ ആയിരിക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്കി. പക്ഷേ ഇപ്പോൾ ആഫ്റ്റർ കെയറിൻ്റെ ഗുണമുണ്ട്. ഇങ്ങനെ പിടിക്കുമ്പോൾ പിന്നെ മുടിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ വൈറ്റമിൻ അത്രയും കുറവെന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ ഫോളോ അപ്പ് ചെയ്യണം. അത് നമ്മളിപ്പോൾ ഒരാഴ്ച കഴിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഇപ്പം ഞാൻ D3 കഴിച്ചുകൊണ്ടിരുന്ന എനിക്ക് 25 ഉള്ളൂ. 30 അല്ല മിനിമം. ഒരു 40-50 വേണമായിരിക്കും അല്ലേ. അപ്പം എത്ര വേണം മനുഷ്യർക്ക് ആവറേജ്? 100 വരെ ആകാമല്ലേ. എൻ്റെ അപ്പ വെറുതെ ആണ് എൻ്റെ പല്ലും ഇതൊക്കെ പോയ കാലിലും നാക്കെ എല്ലാം പോയായിരുന്നു. എന്ത് ചോദിച്ചപ്പോൾ ഒന്നും പറയണ്ട. തുമ്മലും ചീറ്റലും
എന്നാൽ D3 ഇനി കഴിച്ചൊന്ന് ശരിയാകണം ഞാൻ എൻ്റെ ജീവിതം. ഇതൊക്കെ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കരുത് കേട്ടോ. വൈറ്റമിൻ D3യുടെ ടെസ്റ്റ് 1000 രൂപയെങ്കിൽ 1000 രൂപ പോയി ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ മുടി യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാവുന്ന കാഴ്ച കാണാതെ കണ്ടോ. തല നിറച്ച് മുടി വരുമെന്ന് പറഞ്ഞില്ലേ, ഇത് നിറച്ച് മുടിയുണ്ട്. ഈ മോക്ക് നേരത്തെ നല്ല മുടി ഉണ്ടായിരുന്നില്ലേ അപ്പം, പക്ഷെ ഡ്രൈ ഹെയറിൻ്റെ ഒരു പ്രശ്നമുണ്ട്, പൊട്ടലും ഡ്രൈ ഹെയറും ഒക്കെ. പക്ഷെ ദേ ഇപ്പം ഇത് കണ്ടോ നിറച്ച് മുടി ഉണ്ടായിട്ടുണ്ട്. ഈ ഇവിടെ 8 മാസമായുള്ളൂ ചെയ്തിട്ട്. ഇവിടെ വരെ മുടിയാണ് ഇത് ചെയ്യാൻ പോവുക. ചെയ്ത മുടി ചെയ്യേണ്ട കാര്യമില്ല, ചെയ്ത് നന്നായിട്ടാണ് കിടക്കണത്. പിന്നെ പിടിക്കാനും നല്ല സുഖമാട്ടോ. പിന്നെ ഒത്തിരി ചുരുളിമ കുറഞ്ഞില്ലേ അപ്പം, ഒത്തിരി ചുരുളിമ കുറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഈ ഇങ്ങനെയൊന്നും അല്ല, ഇപ്പോൾ ഒരു ഗേൾസ് പോലെ 2-3 പ്രാവശ്യം അവിടെ ചെയ്യുമ്പോൾ ഇങ്ങനെ നല്ല മുടിയാകുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ അങ്ങ് ആ പൊട്ടലും ഇതൊക്കെ കുറഞ്ഞു. വിറ്റാമിൻ അതുകൂടെ പരിഹരിച്ച യേശുവിൻ്റെ കൃപയ പനങ്കലയായി അതിമനോഹരമാകണ കാഴ്ച ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ കാണാട്ടോ. ശരി എന്നാൽ ഇവിടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് നമ്മുടെ ഡോക്ടർ വെച്ചാട്ടോ. പക്ഷെ കൊച്ച് ശ്രദ്ധിക്കണൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മൾട്ടി വിറ്റാമിൻ്റെ ഒരു കുഴപ്പമുള്ളത് കൊച്ച് ഉടനെ പരിഹരിക്കുന്നതാണ്. ഡോക്ടർമാരാകുമ്പോൾ കോൺഷ്യസ് ആയിരിക്കുമല്ലോ എല്ലാ കാര്യങ്ങളും, അവർക്കറിയാലോ. ഇപ്പോൾ സ്കിൻ ഡോക്ടറെ കാണാൻ പോവുക. ഇപ്പോൾ റീ അടിച്ചപ്പോൾ കണ്ടോ മേളും താഴെ ഒരേപോലെ. വേണമെങ്കിൽ ഏറ്റമൊക്കെ വെട്ടാം, തിരക്കാം. ഈ ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഇത്രയും വെട്ടിക്കാണോ. വെട്ടണ്ട. മുടി ഒത്തിരി നീളയില്ലാണ്ട് ഇങ്ങനെ തിക്കായിട്ട് കൊണ്ടുവന്നാൽ പോലെ ഇതൊക്കെ കംപ്ലീറ്റ് എന്തോ ഒരു ഷാമ്പൂ സ്പായിട്ടൊന്നുമില്ല. യേശുവിൻ്റെ കൃപയാൽ ഞാൻ പറഞ്ഞില്ല അതിമനോഹരമാവുന്ന കാഴ്ചയാണ്. ഒരു പരസ്യത്തിന് വെള്ളം കാഴ്ചയല്ലേ, പരസ്യത്തിൽ പോലും ഇത്രയും മനോഹരമായ മുടിയുണ്ടോ. ശരിക്കും ക്ലിയറായിട്ട് കാണാമല്ലോ അല്ലേ. കേട്ടോ സൂപ്പർ മുടി. അപ്പോൾ യേശുവിൻ്റെ കൃപ, യേശുവിനെ സ്തുതിക്കണം. ഇത്രയും മനോഹരമായ മുടി കൊച്ചിന് കൊടുത്തതിന്, ഇത് ചെയ്തപ്പോൾ ഇങ്ങനെ മനോഹരമായതിന് ഒക്കെ ദൈവത്തെ സ്തുതിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടോ അപ്പം? ഇഷ്ടപ്പെട്ടു എന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാട്ടോ പറയണേ. ശരി എന്നാ ഈ മുടി ഹെയർ മേക്ക് ഓവറിന് വന്നതാണേ. അപ്പോൾ ഈ കൊച്ചിനെ വിത്തൗട്ട് കെമിക്കൽ നാനോപ്ലാസ്റ്റിയ ചെയ്യണേ. കരാട്ടിൻ്റെ നിങ്ങളെല്ലാവരും പറയും ഞങ്ങൾ പോയി കരാട്ടിനെ ചെയ്ത് എന്നിട്ട് മുടിയൊക്കെ പ്രസിയായി പൊട്ടയായി. ഞങ്ങൾ പല കരാട്ടും ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ നോക്കുക. കരാട്ടിൻ്റെ ഏറ്റവും അപ്ഡേറ്റ് സാധനമാണ് നാനോപ്ലാസ്റ്റിയ. നാനോപ്ലാസ്റ്റിയ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ചേഞ്ച് ഫീൽ ചെയ്യും. ഞാൻ എല്ലാ കരാട്ടിനും ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന, കരാട്ടെ സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ ഇവിടെ കരാട്ടിനും ചെയ്തുകൊണ്ടിരുന്ന മുടിയിൽ. പക്ഷെ നാനോപ്ലാസ്റ്റിയയുടെ അത്രയും എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ടത്, അത് ഒരു ഭയങ്കര നല്ല റിസൾട്ട് അതിനുണ്ട്. ഇത് കൂടിയത് നല്ലത് വരില്ലേ എന്ന് വെച്ചാൽ പിന്നെ വരില്ലേ, അത് അന്നേരം ഇപ്പം നിലവിലില്ല. അപ്പം ഏറ്റവും നല്ലത് എൻ്റെ നോട്ടത്തിൽ നാനോപ്ലാസ്റ്റിയ. അപ്പം അത് ചെയ്യുമ്പോൾ ഈ മുടി ഇപ്പം കണ്ടിട്ട് വലിയ ഭംഗിയൊന്നുമില്ലല്ലോ മുടി കണ്ടിട്ട്. അപ്പോൾ ഇതിന് യേശുവിൻ്റെ കൃപയാൽ ഭംഗി വയ്ക്കുന്ന കാഴ്ച കണ്ടോട്ടോ. 4 മണിക്കൂർ കഴിയുമ്പോൾ പരസ്യത്തിന് വരണ പോലെയാവും ഈ മുടി. മുഖമൊന്നും ആരും കാണിക്കൂല, നല്ല ഗ്ലാമറുള്ള ആൾക്കാരാട്ടോ. അപ്പോൾ എൻ്റെ മുഖം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ മതി, അല്ലാണ്ട് എന്താ ചെയ്യുന്നത്. അപ്പോൾ ശരി എന്നാ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് മുടി കണ്ടോ. ഇപ്പം ആ മുടി അവിടെ നോക്കിക്കേ. തൊട്ടാലിങ്ങനെ അല്ലേലും വലിയ ഡ്രൈനെസ് ഇല്ലായിരുന്നു ഈ ഹെയറിന്. പക്ഷേ ഈ അടി വളഞ്ഞ് കയറി അതൊക്കെ മാറി. പക്ഷെ നാനോപ്ലാസ്റ്റി ആട്ടോ ചെയ്തേക്കണേ. കരാട്ടിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരാട്ടോ നാനോപ്ലാസ്റ്റിയ. അപ്പോൾ ഇതിന് 4-5 മാസം കഴിയുമ്പോൾ നമുക്ക് റീ എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ നാളെ ഫിലിപ്പീൻസ് ആ കൊച്ചു വന്നപ്പോൾ പറഞ്ഞു 6 മാസം കൂടുമ്പോൾ ഇതിൻ്റെ ഹെയറിൽ പിടിക്കണം. എൻ്റെ അമ്മ കെട്ടാനും പറ്റൂല, പിടിച്ചാൽ താഴ്പോവും. എൻ്റെ അമ്മ എന്ത് പാടുപെട്ടോ. 6 മാസം കൂടുമ്പോൾ അവരെല്ലാവരും കരാട്ടിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്കിടെ ഇപ്പം അപ്ഡേറ്റ് സാധനമാണ്. അവരെല്ലാം അങ്ങനെ മുടിയ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പം ഇനി നമ്മുടെ നാട്ടിലും എല്ലാം അങ്ങനെയാകും. മുടിയൊക്കെ നമ്മളിങ്ങനെ പരസ്യത്തിലൊക്കെ അല്ലേ ഇങ്ങനെ കാണുള്ളൂ. തൊട്ട ഇങ്ങനെ ഒഴുകി കിടക്കണതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമല്ലായിരുന്നോ. നമ്മളെ എണ്ണയൊക്കെ തേച്ച് കിടക്കുമ്പോൾ കുറച്ചൊന്ന് എണ്ണ കുഴഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നോക്കിക്ക് എന്ത് ഭംഗിയാണ്. ഇതിപ്പോൾ മുടിയില്ലെന്ന് പറയും, ഇത്ര മുടിയൊക്കെ അല്ലേ ഇപ്പോൾ ഉള്ളവർക്കുള്ളൂ. ആ മുടിയൊക്കെ എന്ത് ഭംഗിയാണ്. ഇനി ഇത് എല്ലാം ഷാമ്പൂ, സ്പായ, സിറം ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ സൂപ്പർ ഹിറ്റ് ആയിക്കോളും. അടിപൊളി ഇതായിക്കോളും, സംഭവമായിക്കോളും. അപ്പം ഇഷ്ടപ്പെട്ട മോളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാട്ടെ പറഞ്ഞേ. വലിയൊരു ബിസിനസ് വുമൻ്റെയാണ് ചെയ്തത്. പക്ഷെ ആരാന്ന് പറയണ്ടെന്ന് പോയി. അങ്ങനെ ഒരു ഭാഗ്യ ശുഭ്രം തന്നു. അപ്പോൾ
കണ്ടോ, അതീവ മനോഹരമായിരിക്കുന്നു. സൂപ്പർ സംഭവം. ശരി എന്നാ. ഈശോയെ, ഞാൻ സ്കൂളിൽ പോകാൻ റെഡിയായി. എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി. നല്ല കൂട്ടുകാരുമായി കൂട്ടുകൂടാനും നല്ല ടീച്ചറെ കിട്ടാനും കൃപ ചൊരിയണമേ. എന്റെ സ്കൂളിനെയും അവിടെയുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാനും നല്ലതുപോലെ പഠിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും അനുഗ്രഹിക്കണമേ. എന്റെ കൂട്ടിനായി കാവൽ മാലാഖയെ അയച്ച് എന്നെ സഹായിക്കണേ. എന്നും എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകണമേ. ഈശോയെ നന്ദി. അതെടുക്കാം, പ്രാർത്ഥിക്കും. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ഈശോയെ സ്തുതി. ആമേൻ. പൈതൽ വളർന്ന് ജ്ഞാനത്തിൽ നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. ദൈവകൃപയും അവളുടെ മേൽ ഉണ്ടായിരിക്കും. ആമേൻ. ദൈവമായ കർത്താവ് നിന്റെ കൈ പിടിച്ചിരിക്കുന്നു. അയ്യടാ, ഓടിച്ചല്ലോ. ഈശോയ്ക്ക് ഉമ്മ കൊടുത്തിട്ട് വാ. ഉമ്മ കൊടുക്ക്. ബൈബിളിന് ഉമ്മ കൊടുക്ക്. ബൈ. പോയിട്ട് വരാട്ടോ. ഓക്കെ.